ഹലോ, എന്നോട് എൻ്റെ സ്റ്റഡി അബ്രോഡ് വീഡിയോസിന് ശേഷം ഒരുപാട് ആൾക്കാർ ചോദിച്ച സംശയമായിരുന്നു ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ട് MBBS ചെയ്യാമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് എനിക്കതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ല. ഞാൻ പല കാര്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് കൃത്യമായ ഉത്തരമല്ല കിട്ടിയത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, എംബസികൾ ഇതിൽ പറയുന്ന പലതിനെയും നമുക്ക് എന്ത് ചെയ്താൽ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. അതിന് കാരണം എനിക്ക് എന്താ പറയുക, ഇന്ത്യൻ എംബസിയിൽ എന്തെങ്കിലും വിശ്വാസക്കുറവ് ഉണ്ടായതുകൊണ്ടല്ല, നേരെ മറിച്ച് പലപ്പോഴും അവർ ക്ലിയർ കട്ടായിട്ട് ശരിയായ ചോദ്യങ്ങൾക്കല്ല അവർ പലപ്പോഴും അവിടെയും ഇവിടെയും തൊടാത്ത മറുപടിയാണ് പലതിനും പറയുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. എന്തായാലും എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ഡോക്ടറായിട്ടുള്ള ഒരു ഫ്രണ്ട്, അദ്ദേഹം ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി അന്വേഷിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലിയുടെ അഡ്മിഷൻ എന്നുള്ള നിലക്ക് അദ്ദേഹം എംബസിയെ ബന്ധപ്പെടുകയും അവര് ഇമെയിലിലൂടെ അദ്ദേഹത്തിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അതെന്താണ് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. ഫുൾ ഇമെയിൽ കോൺവെർസേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉസ്ബെക്കിസ്ഥാനിൽ പോയി MBBS ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ മെയിൽ കാണാം. I had a talk with Tashkent Embassy through call. As per phone call conversation, I'm writing this mail to know about Indian Embassy Tashkent website. It's clearly written Indian students are enrolled in therapeutic program, but University from Tashkent is giving letter of MD program. Both degrees are different. അപ്പോൾ എംബസി ഡോക്യുമെന്റ്സിലൊക്കെ പലപ്പോഴും കാണാൻ പറ്റുന്നത് തെറാപ്യൂട്ടിക് പ്രോഗ്രാമാണ്. അതായത് ഉസ്ബെക്കിസ്ഥാനിൽ അവിടെ ജനറലി ചെയ്യുന്ന MD പ്രോഗ്രാം എന്നുള്ളത് 6 years ഇന്റഗ്രേറ്റഡ് കോഴ്സാണ്. ഇന്റേൺഷിപ്പ് എന്തല്ല, സെപ്പറേറ്റ് അല്ല. നേരെ മറിച്ച് ഇന്ത്യൻ സ്റ്റുഡൻസ് ചെയ്യുന്ന തെറാപ്യൂട്ടിക് പ്രോഗ്രാം ആണ് എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് പലപ്പോഴും. അപ്പോൾ തെറാപ്യൂട്ടിക് പ്രോഗ്രാം 5+1 year ആണ്, അതുകൊണ്ട് NMC ഗൈഡ് ലൈൻസ് പാലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഫസ്റ്റ് ചോദിച്ചത്. ആൻഡ് ജനറൽ മെഡിസിൻ is 6 years വിത്ത് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഓഫ് ഇന്റേൺഷിപ്പ് ലൈക്ക് റഷ്യ. അപ്പോൾ ജനറൽ മെഡിസിൻ സാധാരണ അവിടെ ആൾക്കാർ ചെയ്യുന്ന പ്രോഗ്രാം എന്താണ്, 6 year പ്രോഗ്രാം ആണ്, അത് ഇന്റഗ്രേറ്റഡ് ആണ്, അത് NMC ഗൈഡ് ലൈൻസിന് വിരുദ്ധമാണ്. നേരെ മറിച്ച് തെറാപ്യൂട്ടിക് പ്രോഗ്രാം 5+1 year ആണെന്നാണ് ജനറലി യൂണിവേഴ്സിറ്റീസ് ക്ലെയിം ചെയ്യുന്നത്. When embassy is advised only therapeutic program, how Indian students can take admission in MD program? As per embassy words, many students from India is choosing Uzbekistan. After 6 years, if NMC don't provide registration of MD program, what will be the future of students? How it will affect those students and family? അതായത് ഇന്ത്യൻ സ്റ്റുഡൻസ് എന്നാൽ തെറാപ്യൂട്ടിക് പ്രോഗ്രാം ആണെന്ന് പറഞ്ഞ് പലപ്പോഴും അഡ്മിഷൻ നൽകുന്നത് എന്തിലോട്ടാണ്, MD പ്രോഗ്രാമിലോട്ടാണ്. അപ്പോൾ ആഫ്റ്റർ 6 years NMC രജിസ്ട്രേഷൻ നൽകിയില്ലെങ്കിൽ എന്തായിരിക്കും ഫ്യൂച്ചർ, സ്റ്റുഡൻസിന്റെ ഫ്യൂച്ചർ? അതിന് എംബസി ഉത്തരം പറയുമോ എന്നുള്ളതാണ് അദ്ദേഹം ബേസിക്കലി എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. അതേപോലെ ഒരു വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ലിങ്കിൽ ഇറ്റ്സ് ക്ലിയർലി സേസ് ദാറ്റ് ഇന്ത്യൻ എംബസി മെൻഷനിങ് സ്റ്റുഡൻസ് ക്യാൻ സ്റ്റഡി ഇൻ ഉസ്ബെക്കിസ്ഥാൻ. ഓൾ യൂണിവേഴ്സിറ്റീസ് ഗിവ്സ് ഇന്റർഷിപ്പ്. ഇഫ് എനി പ്രോബ്ലം ഫേസ്ഡ്, ഇന്ത്യൻ എംബസി ഇസ് ദ ഓൺലി ആൻസറബിൾ പേഴ്സൺ. അപ്പോൾ ഈ ലിങ്കിലും വീഡിയോസിലൊക്കെ എല്ലാ കൺസൾട്ടൻസും പറയുന്ന എന്താണ്, ഇന്ത്യൻ എംബസി ഇതിലൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളായിരിക്കും ഇതിനൊക്കെ ഉത്തരവാദി. അപ്പോൾ കൈൻഡ്ലി ഗൈഡ് students what to do. Indian embassy is the only guarantee for Indian students. It's confusing as not mentioned in the internship separate, language separately about recognition also. അപ്പോൾ ലാംഗ്വേജിനെ കുറിച്ചും ഇന്റേൺഷിപ്പിനെ കുറിച്ചും റെക്കഗ്നൈസേഷനെ കുറിച്ചും എംബസി എന്ത് ചെയ്യണം, കൃത്യമായ ക്ലാരിറ്റി തരണം. അവിടെ ഇവിടെയും തൊടാതുള്ള ആൻസർ പറ്റില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള മറുപടി കാണാം. കൃത്യമായിട്ട് നിങ്ങൾ ഇതെല്ലാം ഇത് കാണണം. ഓക്കെ, എല്ലാ പോയിന്റ്സും കാണണം. ഡിയർ സർ, അക്കോർഡിംഗ് ടു ആൻസേഴ്സ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ ടു ദ അപ്പീൽ ഓഫ് എംബസി ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഡേറ്റഡ് May 22, 2023 regarding assistance in obtaining reliable information on the following issues for the benefit of Indian students wishing to enter medical universities in Uzbekistan. അപ്പോൾ ഇന്ത്യൻ എംബസി ഈ കാര്യം റിപ്പബ്ലിക് ഓഫ് ഉസ്ബെക്കിസ്ഥാന് May 22, 2023 കഴിഞ്ഞ വർഷം ഇതിൽ ഉയർത്തുകയും അതിന് ലഭിച്ചിട്ടുള്ള മറുപടിയുമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ പോയിന്റ് നമ്പർ 1, ഡ്യൂറേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സ് ഫോർ സിറ്റിസൺസ് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ 6 years, 6 വർഷമാണ് ഉസ്ബെക്കിസ്ഥാനിലെ ആളുകൾ പഠിക്കേണ്ടത്. ഡ്യൂറേഷൻ ഓഫ് കോഴ്സ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇൻ ഉസ്ബെക്കിസ്ഥാൻ ഫോർ ഫോറിൻ സ്റ്റുഡൻസ് 6 years. ഫോറിൻ സ്റ്റുഡൻസിനും 6 years ആണ് ഇവിടുത്തെ MBBS കോഴ്സ് എന്നുള്ളത്, അല്ലെങ്കിൽ മെഡിക്കൽ കോഴ്സ് എന്നുള്ളത്. MBBS എന്ന് പറഞ്ഞാൽ ആരും പഠിച്ചു പോകണ്ട. ലാംഗ്വേജ് ഓഫ് എഡ്യൂക്കേഷൻ ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് ഇൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലാണ് ഇന്ത്യൻ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ഫോറിൻ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക. പ്രൊസീജിയർ ഫോർ പാസിംഗ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ഇന്റേൺഷിപ്പ് ഇൻ ഉസ്ബെക്കിസ്ഥാൻ ഈസ് ഇറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് എന്നാണുള്ളതാണ് ചോദ്യം. ഇന്റേൺഷിപ്പ് കോഴ്സിന്റെ ഉള്ളിലുള്ളതാണോ? ദ പ്രൊസീജിയർ ഫോർ പാസിംഗ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ദ ഇന്റേൺഷിപ്പ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ്. ഡ്യൂറേഷൻ ഓഫ് കോഴ്സിന്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് എന്ത്, ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നു. ഓക്കെ, അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട അടുത്ത പോയിന്റുകളിൽ വരും. വിൽ ഇന്ത്യൻ സ്റ്റുഡൻസ് ബി ഏബിൾ ടു ഗെറ്റ് എ ലൈസൻസ് ടു പ്രാക്ടീസ് മെഡിസിൻ ഇൻ ഉസ്ബെക്കിസ്ഥാൻ ലൈക്ക് ലോക്കൽ സ്റ്റുഡൻസ് ക്യാൻ? ലോക്കൽ സ്റ്റുഡൻസിനെ പോലെ ഇന്ത്യൻ സ്റ്റുഡൻസിന് ഉസ്ബെക്കിസ്ഥാനിൽ പ്രാക്ടീസ് ചെയ്യാൻ ലൈസൻസ് ലഭിക്കുമോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. നോ. Therefore, questions 6 and 7 are skipped. എന്തില്ല, ഇന്ത്യൻ സ്റ്റുഡൻസിന് ലൈസൻസ് ലഭിക്കില്ല.
ഇന്ത്യൻ സ്റ്റുഡൻസിന് ലൈസൻസ് ലഭിക്കില്ല, വിച്ച് ക്ലിയർലി മീൻസ് ദാറ്റ് ആസ് പെർ ദിസ് റിപ്ലൈ ഉസ്ബെക്കിസ്ഥാൻ MBBS ഇന്ത്യയിൽ വാലിഡ് അല്ല. ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, റിലീജിയസ് ലീഡേഴ്സ് ഉണ്ട്, സ്പിരിച്വൽ ലീഡേഴ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ട്, കുട്ടികളെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ശ്രദ്ധിക്കണം, ഇന്ത്യൻ എംബസിയുടെ റിപ്ലൈ ആണ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി തന്നെ വാലിഡ് അല്ലാതെ. ഇനി ബാക്കി കാര്യം നോക്കാം. അതുകൊണ്ട് 6ഉം 7ഉം സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ 6ഉം 7ഉം നമുക്ക് വ്യക്തമല്ല. അതും ചോദിച്ചിട്ട് നമ്മൾ മെയിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ റിപ്ലൈ കിട്ടിയാൽ ഞാൻ അറിയിക്കുന്നതാണ്. പോയിന്റ് നമ്പർ 8. Are there internships at the end of the course or are credits awarded for completing practical sessions during entire course? അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, അതായത് ഇന്റേൺഷിപ്പ് എൻഡ് ഓഫ് കോഴ്സ് ആണോ അതല്ല പ്രാക്ടിക്കൽ സെഷൻസ് എൻറ്റയർ കോഴ്സിനുള്ള പ്രാക്ടിക്കൽ സെഷൻസിന്റെ എന്താ പറയുക, അത് അറ്റ് ദ എൻഡ് അതെല്ലാം കൂടി അക്രൂ ചെയ്തിട്ടാണോ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ക്രെഡിറ്റ്സ് വിൽ അക്രൂ ഫോർ കംപ്ലീറ്റിംഗ് പ്രാക്ടിക്കൽ സെഷൻസ് ഡ്യൂറിങ് എൻറ്റയർ കോഴ്സിൽ. അതായത് നമ്മളൊരു MBBS കോഴ്സ് ഇന്ത്യയിൽ എടുക്കുക. അപ്പോൾ 3rd ഇയർ മുതൽ തന്നെ കുട്ടികൾക്ക് ക്ലിനിക്കൽ സെഷൻസ് ഉണ്ടാവും. പക്ഷേ അത് ഇന്റേൺഷിപ്പായി കൂട്ടൂല. ഇന്റേൺഷിപ്പ് 4.5 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് പാസ്സായതിനു ശേഷമാണ് അവർക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുക. എന്നാൽ ഈ ക്ലിനിക്കൽ സെഷൻസ് മുഴുവൻ അക്രൂ ചെയ്തിട്ട് ഒരു ഇന്റേൺഷിപ്പ് ആയിട്ടാണോ പരിഗണിക്കുക? അങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ലിസ്റ്റ് ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഉസ്ബെക്കിസ്ഥാൻ ദാറ്റ് ആർ ഓതറൈസ്ഡ് ടു അക്സെപ്റ്റ് ഫോറിൻ സ്റ്റുഡൻസ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ഫോറിൻ സ്റ്റുഡൻസ് ഫോർ ഈച്ച് വൺ ഓഫ് ദം. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഫോർ വാലിഡിറ്റി ഓഫ് MD പ്രോഗ്രാം റിക്വസ്റ്റ് പ്ലീസ് ചെക്ക് വിത്ത് NMC. ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നില്ല, NMCയോട് ചോദിക്കുക എന്നുള്ളതാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യൻ എംബസി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഇന്ത്യക്കാർ അവിടെ പോയിട്ട് MBBS ചെയ്താൽ അവിടെ അവർക്ക് എന്ത് കിട്ടൂല? അവിടെ അവർക്ക് ലൈസൻസ് കിട്ടില്ല. ആ ലൈസൻസ് കിട്ടാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല. NMC ഗൈഡ് ലൈൻസിന് വിരുദ്ധമാണ്. ഇതൊക്കെ പറയുമ്പോൾ ഇത് ആരെയെങ്കിലും ടാർഗറ്റ് ചെയ്തിട്ടോ ആരെയെങ്കിലും കളിയാക്കാനോ അല്ലെങ്കിൽ ആരെയെങ്കിലും ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് റെസ്പോൺസസ് പല ആളുകളും ചെയ്തോ കണ്ടിട്ടുണ്ട്. ബട്ട് ഐ പർപ്പസ്ഫുള്ളി ഡിഡ്ന്റ് വാണ്ട് ടു റെസ്പോണ്ട് ടു ദാറ്റ്. കാരണം ഇത് നമ്മൾ ചെയ്യുന്നത് ആരെങ്കിലും വാശിപ്പുറത്തല്ല. നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഗ്യാദർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്രയും എഫേർട്ട് ഇടുന്നത്. അപ്പോൾ അതിൽ കൃത്യമായ ഇൻഫർമേഷൻ അവർക്ക് നൽകുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് കൃത്യമായി ഇന്ത്യൻ എംബസിയുടെ റിപ്ലൈ വേണ്ടവർക്ക് ഇന്ത്യൻ എംബസിയുടെ റിപ്ലൈ ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉസ്ബെക്കിസ്ഥാനിലെ MBBS എന്നുള്ളത് ഈ റിപ്ലൈ പ്രകാരം കൃത്യമാണ്. നിങ്ങൾക്ക് ഒരിക്കലും ലൈസൻസ് ടു പ്രാക്ടീസ് അവിടെ കിട്ടുന്നതല്ല. വളരെ കൃത്യമായിട്ട് നോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് എടുത്ത് ചാടി ലക്ഷങ്ങൾ കളയുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായി ആലോചിക്കുക. ആരെങ്കിലും അഡ്മിഷൻ പ്രോസസ് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് റീതിങ്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഏജൻസിനോട്, ഈവൻ എന്നോട് പോലും നിങ്ങൾ ചോദിക്കണ്ട. നിങ്ങൾ ഇന്ത്യൻ എംബസിയുടെ ഫോൺ നമ്പറും ഇന്ത്യൻ എംബസിയുടെ ഇമെയിലുടെ ഒക്കെ അവരുടെ വെബ്സൈറ്റിലുണ്ട്. അവരെ വിളിച്ച് ചോദിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യുക. മെയിൽ അയക്കുക. മെയിൽ അയച്ചപ്പോൾ റിപ്ലൈ വന്നല്ലോ, മെയിൽ അയക്കുക, ഫോൺ നമ്പർ. നിങ്ങൾ നേരിട്ട് ക്ലാരിഫിക്കേഷൻ വരുത്തുക. ഒരാളെയും, ഞാനടക്കം ഒരാളെയും നിങ്ങൾ വിശ്വസിക്കണ്ട. സോ ദർ ആർ ലോട്ട് ഓഫ് സ്കാംസ് ഹാപ്പനിങ് നോയിങ്ലി ആൻഡ് അൺനോയിങ്ലി ദിസ് ഫീൽഡ്. കാര്യങ്ങൾ അറിയുക, മനസ്സിലാക്കുക. ഇത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ഇനി കൂടുതൽ എംബസീസിനും നമ്മൾ മെയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിപ്ലൈസ് ഞാൻ എന്ത് ചെയ്യാം, അടുത്ത ദിവസങ്ങളിൽ എനിക്ക് റിപ്ലൈ ഞങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്, ബൈ.